ഇന്ന് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീക്കിൽ 27 ഡിസംബറിൽ നമ്മൾ LICയിൽ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ LICൻ്റെ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് ഒരു 1:2 മേലെ 1:4 മേലെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. ബട്ട് നമ്മളത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും ആ ഒരു സെയിം ടാർഗറ്റിലോട്ട് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ആക്ച്വലി SL ഹിറ്റ് ചെയ്തിട്ടാണ് ടാർഗറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മളത് വീണ്ടും ഹോൾഡ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും ആ ഒരു സെയിം ടാർഗറ്റിലോട്ട് എത്തി. സോ ഈ ഒരു സ്റ്റോക്ക് ആക്ച്വലി പൊട്ടൻഷ്യലുള്ളൊരു സ്റ്റോക്കായിരുന്നു നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അത്രയും വലിയൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. സോ ഈ ഒരു സ്റ്റോക്ക് SL ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ടാർഗറ്റ് എത്തിയതുകൊണ്ട് നമ്മൾ ഇതിനെ എങ്ങനെ ഈ ഒരു സ്റ്റോക്കിനെ പിക്ക് ചെയ്തു എന്നുള്ളതും ഇതെങ്ങനെ ഓർഡർ ഫ്ലോ അനാലിസിലൂടെ നമ്മൾ ഒരു പ്രോപ്പർ ഇതിൻ്റെ വോളിയം അനാലിസുകൾ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആക്ച്വലി അന്ന് എടുത്ത ഒരു ട്രേഡിൻ്റെ അല്ലെങ്കിൽ LICൻ്റെ ചാർട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഈ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. സോ ഞാൻ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് പിക്കിങ്ങും ഓർഡർ ഫ്ലോ അനാലിസിസ് എല്ലാം പറയുന്നതിന് മുമ്പ് ഞാനിത് എവിടുന്ന് എൻ്റർ ചെയ്തു, എങ്ങനെ അത് SL ഹിറ്റ് ചെയ്ത് വീണ്ടും ആ ഒരു ടാർഗറ്റിലൂടെ എത്തിയ ആ ഒരു സിനാരിയോ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ എൻട്രി വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവൽ ക്രോസ് ചെയ്ത സമയത്ത്, ഇവിടെ ക്രോസ് ചെയ്ത സമയത്ത് ആക്ച്വലി നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ അബവ് മാർക്കറ്റ് ക്രോസ് ചെയ്ത സമയത്താണ് ആക്ച്വലി നമ്മൾ എൻട്രി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാൻ പറ്റുന്നതാണ്. ഇവിടുന്ന് എൻട്രി ചെയ്യുന്ന സമയത്ത് ഏകദേശം ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് അത് ഇറ്റ്സ് മോർ ദാൻ 1:3 അല്ലേ, 1:3 1:4 അതുള്ളത്. പിന്നെ ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ SL ഈ ഒരു ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്. SLൻ്റെ ആ ഒരു ലെവലിലോട്ട് തന്നെ SL ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്തു, നേരെ ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്തിട്ട് വീണ്ടും നമ്മൾ മോർ ദാൻ ഈ ഒരു സ്വിങ്ങിനെയും കൂടെ എടുത്തിട്ടാണ് അന്ന് മാർക്കറ്റ് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഒരു പൊട്ടൻഷ്യലുള്ള ഒരു സ്റ്റോക്കായിരുന്നു അന്ന് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്താനുള്ള ഒരു കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ മാർക്കറ്റിൽ നമുക്ക് ഫേവറബിളായി വന്നു എന്നുള്ളതാണ്. സോ ഇതിൻ്റെ സ്ട്രക്ചറിൽ നോക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ മാർക്കറ്റ് കഴിഞ്ഞ ഒരു കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റ് എന്തിലായിരുന്നു, ഒരു ഗ്യാപ്പ് അപ്പിൽ വന്നിട്ട് മാർക്കറ്റ് ഈ ഒരു താഴേക്കുള്ള ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറിലായിരുന്നു ആക്ച്വലി മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. LICൻ്റെ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ പ്രൈസ് ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഈ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ പിന്നെ അന്ന് അതിന് ശേഷം ആക്ച്വലി അതായത് 2 ഓപ്പണിങ്ങും, അതായത് മാർക്കറ്റ് 2 ദിവസം ഓപ്പൺ ചെയ്ത് എവിടെയായിരുന്നു, CPRൻ്റെ ബിലോ ആയിരുന്നു. സോ അല്ലേ, ഈ 2 ദിവസം ആക്ച്വലി മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നത് CPRൻ്റെ ബിലോ ആയിരുന്നു. സോ പിന്നെ നെക്സ്റ്റ് ഡേയിൽ മാർക്കറ്റ് CPRൻ്റെ അബോ ആയിട്ട്, CPRൻ്റെ അബോ എന്നുള്ളതല്ല, CPRൻ്റെ അബോ പ്രൈസ് ആക്ഷൻ സസ്റ്റെയിൻ ചെയ്തു. ബട്ട് ഓപ്പൺ ചെയ്തതും ആക്ച്വലി ആ CPRൻ്റെ ലോവർ ബൗണ്ടറിൻ്റെ അബോ ആയിട്ടാണ്. സോ പ്രൈസ് സസ്റ്റെയിൻ ചെയ്തത് എവിടെയാണ്, CPRൻ്റെ അബോ ആണ്. സോ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആക്ച്വലി ഈ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറിൻ്റെ അബോയിലാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് പ്രൈസ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മളവിടെ നോക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കീ ലെവൽസുകൾ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യും, പുതിയ ഒരു എൻട്രീസ് എടുക്കുക. സോ ആ ഒരു കീ ലെവലിൽ എങ്ങനെ മാർക്കറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ കീ ലെവലിൽ എങ്ങനെ ബയേഴ്സ് സെല്ലേഴ്സ് റിയാക്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഓർഡർ ഫ്ലോ കൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ കീ ലെവൽ കണ്ടുപിടിക്കാം. ആ ഒരു അതായത് ഞാൻ എൻ്റർ ചെയ്ത ആ ലെവലിലോട്ട് എങ്ങനെ നമ്മൾ കൺഫേം ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഞാനിവിടെ എൻ്റെ ഒരു കീ ലെവലായിട്ട് മാർക്ക് ചെയ്തിരുന്നത് ഈ ഒരു പ്രീവിയസ് ഡേ ഹൈ ആയിരുന്നു അല്ലേ, സോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്ട്രക്ചറെല്ലാം ബ്രേക്ക് ചെയ്ത് അതിൻ്റെ അബോയിലാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല CPRൻ്റെ അബോ പ്രൈസ് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് അതായത് ആ ഒരു ബിഹേവിയറൽ ചേഞ്ചസ് നമുക്ക് ആ ഒരു പ്രൈസ് ആക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ലെവലിൻ്റെ അബോ മാർക്കറ്റ് പ്രൈസ് പോയതിന് ശേഷമാണ് ആക്ച്വലി നമ്മളൊരു എൻട്രിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ഇവിടെ നമ്മൾ ഓർഡർ ഫ്ലോ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഈ 798.55 എന്ന് പറയുന്ന LICയുടെ 798.55 എന്ന് പറയുന്ന പ്രൈസ്, ആ ഒരു പ്രൈസിലോട്ട് എങ്ങനെയാണ് ആക്ച്വലി ആ ഒരു പ്രൈസിൽ
ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ റിയാക്ടിങ് എന്നുള്ളതാണ് ഞാൻ ഓർഡർ ഫ്ലോ വെച്ച് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു പ്രൈസിനെ, അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രൈസിനെ അബോ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാനുള്ള സ്ട്രെങ്ത്ത് മാർക്കറ്റിനുണ്ടോ, ആ ഒരു പ്രൈസിൻ്റെ അബോ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വോളിയം മാർക്കറ്റിൽ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്ത് ടൈപ്പ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് അവിടെ കൂടുതൽ നടക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ഫ്ലോ മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്താണ് ആക്ച്വലി അവിടെ ബയേഴ്സ് സെല്ലേഴ്സിൻ്റെയും ആ ഒരു ബിഹേവിയറൽ ചേഞ്ചസ്, ഇതൊക്കെയാണ് ആക്ച്വലി നമ്മൾ ഓർഡർ ഫ്ലോയിലൂടെ മനസ്സിലാക്കുന്നത്. സോ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു പ്രീവിയസ് ആയിട്ടുള്ള സ്ട്രക്ചറിൻ്റെ ആ ഒരു അബോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, CPR അബോ പ്രൈസ് ആക്ഷൻ സസ്റ്റെയിൻ ചെയ്തു, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ലെവൽ വരച്ചു, ആ ലെവലിൻ്റെ അബോയിലോട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, സസ്റ്റെയിൻ ചെയ്തു. സോ നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് എങ്ങനെ ഓർഡർ ഫ്ലോയിൽ അനാലിസിസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് ക്യാൻഡിൽസിൻ്റെ ലെവൽസുകൾ, ഈ ഒരു ലെവൽസുകളാണ്. സോ അത് പ്രൈസ് റേഞ്ച് നോക്കുന്ന സമയത്ത് 78.55 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചും, അതേപോലെ അടുത്ത ടൈം നോക്കുന്ന സമയത്ത് 11:20, അതേപോലെ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ 11:40. സോ ഇതിൻ്റെ ഇടയിലുള്ള മാർക്കറ്റ് കണ്ടീഷൻസ് ആണ് നമ്മൾ ഓർഡർ ഫ്ലോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് LICയുടെ ഓർഡർ ഫ്ലോ ചാർട്ട്. സോ നമ്മൾ 27th ഡിസംബർ ഇവിടെയാണ്. സോ ഇത് നമ്മൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് ആക്ച്വലി ഇതാണ് 9:15 ക്യാൻഡിൽ അല്ലേ, ഇതാണ് 9:15 ക്യാൻഡിൽ. സോ 9:15 ക്യാൻഡിൽ തന്നെ ഒരു 1 lakh വോളിയം ഉണ്ടായിരുന്നു. സോ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് കുറച്ച് കുഴപ്പമില്ലാത്ത വോളിയാണ്, ബട്ട് സ്റ്റിൽ അത് നമുക്കൊരു കൺഫർമേഷൻ അല്ല, കാരണം LIC ഓൾറെഡി ഒരു റേഞ്ചിലാണുള്ളത്. സോ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ആ ഒരു ലെവലിൽ നമ്മൾ പറഞ്ഞ കീ ലെവലിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ 11:20 11:20യുടെ ക്യാൻഡിൽസുകളാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. നോക്കി കഴിഞ്ഞാൽ 11:20 11:25 to 11:40 ക്യാൻഡിൽസുകളൊക്കെയാണ്, അതാണ് നമ്മുടെ കീ ലെവൽസ് ആയിട്ട് വരുന്നത്. സോ ആ ലെവൽസിൽ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തതെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഇതാണ് ആക്ച്വലി 11 o'clock ഈ ഒരു റേഞ്ച്, ഇതാണ് 11:20 ക്യാൻഡിൽ. സോ 11 o'clock മുമ്പുള്ള വോളിയം നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 1 lakh വോളിയം ഉണ്ട്, 33K വോളിയം ഉണ്ട്, 50K വോളിയം ഉണ്ട്, 24K വോളിയം ഉണ്ട്. പിന്നെ പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു വോളിയത്തിലുള്ള ജമ്പ് വന്നു. മാത്രമല്ല പെട്ടെന്നുള്ളൊരു നല്ലൊരു പോസിറ്റീവ് ഡെൽറ്റയും കൂടി വന്നു. ഓക്കെ, 75Kൻ്റെ നല്ലൊരു ഡെൽറ്റ വന്നു. സോ ഇത് ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് ബൈയിങ്ങിനെ സ്ട്രെങ്ത് കാണിക്കുന്നതാണ്. ബട്ട് അത് ലൈക്ക് നമ്മൾ പറഞ്ഞല്ലോ, നമുക്കൊരു ലെവൽസുകൾ വേണം. ഈ ഒരു കീ ലെവലിൽ ആക്ച്വലി അതായത് അവിടെ ഒരുപാട് അഗ്രസീവ് ബൈയിങ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകണം എന്നൊരു നിർബന്ധമില്ല. അവിടെ ലൈക്ക് നമുക്ക് ആ ഒരു ലെവൽസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുമ്പോഴാണ് ആക്ച്വലി അത് പോകുന്നത്. സോ ഈ സസ്റ്റെയിൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവലുകളുണ്ട്, ഈ ലെവലിൻ്റെ അടിയിൽ ഒരുപാട് അഗ്രസീവ് ബൈയിങ് നടക്കുന്നുണ്ട്, പക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇത് സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ ആണെന്നെങ്കിൽ അത് മിക്കവാറും ട്രാപ്പിഡ് ബയേഴ്സിനെ കാണിക്കുന്നതായിരിക്കും. സോ നമുക്ക് എപ്പോഴും ഒരു കൺഫർമേഷൻ, അതായത് നമ്മൾ ഓർഡർ ഫ്ലോ മാത്രം നോക്കുന്നതിന് പകരം നമ്മൾ മറ്റുള്ള ക്യാൻഡിൽസ്റ്റിക്ക് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ആക്ച്വലി ഇത് ചെക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ഓൾറെഡി ഉള്ള സ്ട്രാറ്റജി ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത്. സോ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഇതിലോട്ട് അക്യുറസി വരുന്നത്. സോ നമ്മൾ ഓർഡർ ഫ്ലോ നോക്കുന്ന സമയത്ത് ഇവിടെ ആക്ച്വലി ഒരു വോളിയത്തിൽ ജമ്പ് ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ അത് നമ്മുടെ അബോവ് ആയിട്ടുള്ള ആ ഒരു പ്രൈസ്, ലൈക്ക് നമ്മുടെ പറഞ്ഞ ആ ഒരു സ്ട്രക്ചറിന് അബോവ് ആയിട്ട് വരുന്നല്ലോ. അപ്പോൾ ഇത് 11:20 ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ 11:20 ക്യാൻഡിൽ ഇതാണ്. സോ ഇത് നമ്മൾ ഇവിടെ ഒരു ബൈയിങ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ലെവൽസിൻ്റെ ബിലോ ആണ്. സോ വി നീഡ് മോർ കൺഫർമേഷൻ, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഇംബാലൻസ്, അല്ലെങ്കിൽ ബൈയിങ് സ്ട്രെങ്ത്തിനൊക്കെ കാണിക്കുന്ന രീതിയിൽ, സെല്ലേഴ്സ് അവിടെ സ്ട്രോങ് അല്ല എന്ന് കാണിക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് വേണം, അവിടെ ഓർഡർ ഫ്ലോന്ന് ചാർട്ട് റീഡിങ് കിട്ടണം. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ആക്ച്വലി ഒരു ബൈയിങ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു 11:20 ഇതാണ് 11:20 ക്യാൻഡിൽ, 11:25 11:35 ക്യാൻഡിൽസൊക്കെ കാണാം. സോ ഇവിടെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ലെവൽസിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു റീഡിങ് നോക്കുന്ന സമയത്ത് ഇവിടെ 9.4K 22K 5.12K ഇത് കണ്ടോ, 5.12K, അതേപോലെ 764K, അതേപോലെ 6.5K 39. ഇത് ഓൾറെഡി 11:20 ക്യാൻഡിലാണ്. അപ്പോൾ അത് ജസ്റ്റ് അതിനത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടില്ല അപ്പോൾ, കാരണം ഓൾറെഡി വോളിയം ഉണ്ട്. സോ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസിനെ കൂടെ ബ്രേക്ക് ചെയ്യണം. ഇവിടെ നോക്കുന്ന സമയത്ത് ആക്ച്വലി
ഇവിടെയൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 2.1K 26K, അതായത് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇംബാലൻസ്, അതായത് ബയേഴ്സിൻ്റെ ഇംബാലൻസ് കാണിക്കുന്നുണ്ട്. സോ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ആയിട്ടുള്ള ഒരു അഗ്രസീവ് ആയിട്ടുള്ള ബൈയിങ് വരുന്നുണ്ട് എന്നുള്ളതാണ്. പാസീവ് ബൈയിങ് കുറവാണ്, ബട്ട് അഗ്രസീവ് ആയിട്ടുള്ള ബൈയിങ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എന്ത് വന്നിട്ടില്ല, നമ്മളെ ഇമ്പോർട്ടൻറ്റ് ലെവൽ ആക്ച്വലി ബ്രേക്ക് വന്നിട്ടില്ല. ഓക്കെ, അതുകൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കണം ഇത് റീഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ അത്യാവശ്യം ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു വോളിയംസ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മളിവിടെ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ ഏതാണ്? ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ ആക്ച്വലി 1140 ക്യാൻഡിലാണ്. സോ 1140 ക്യാൻഡിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇത് 85Kൻ്റെ വോളിയം വിത്ത് നല്ലൊരു ഡെൽറ്റ വിത്ത് പോസിറ്റീവ് ഡെൽറ്റയും കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇതാണ് ആക്ച്വലി നമുക്ക് വരുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറയുന്നത്, അല്ലേ? ആ ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു സമയം നോക്കുന്ന സമയത്ത് ഇത്രയും ലെവൽസുകളാണ് ആക്ച്വലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ ഇത്രയും ലെവൽസിൽ നിന്ന് നമുക്ക് ഇവിടെ റീഡ് ചെയ്യാൻ പറ്റുന്ന ആക്ച്വലി എന്താണ്, ബൈങ്ങിൻ്റെ സ്ട്രെങ്ത്ത് വരുന്നുണ്ട്, വോളിയം വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇംബാലൻസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അഗ്രസീവ് ബൈയിങ് അല്ല, ബട്ട് പാസീവ് ആയിട്ടുള്ള ബൈയിങ് അവിടെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പാസീവ് ബൈയിങ്, അപ്പോൾ പാസീവ് ആയിട്ടുള്ള ബൈയിങ് ആണ് നമുക്ക് ഈ ഒരു ഡാറ്റയിൽ നമുക്ക് ഇന്ന് കിട്ടുന്നത്. സോ പിന്നെ അതിന് ശേഷമാണ് ആക്ച്വലി എന്ത് ചെയ്തത്, ഒരു 12 o'clock ക്യാൻഡിൽ ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് 1150 ക്യാൻഡിൽ വീണ്ടും 148K വോളിയമിലോട്ട് പോയി. പിന്നെ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ ഏതാണ്? ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ 1140 ക്യാൻഡിലാണ് ആക്ച്വലി ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ. 1140 ക്യാൻഡിൽ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ 85Kൻ്റെ വോളിയം നമുക്ക് വീണ്ടും ഉണ്ടായിരുന്നു. സോ ആ ഒരു ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പത്തെ കണ്ടീഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഏരിയയിൽ എന്ത് നടന്നു എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് നടന്നിട്ടുണ്ട്, വോളിയം നടന്നിട്ടുണ്ട്. വോളിയം അല്ല, ബട്ട് ഇംബാലൻസുകൾ നടന്നിട്ടുണ്ട്. ബൈയിങ് സ്ട്രെങ്ത്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു ബൈയിങ് സ്ട്രെങ്ത്തിന് കൺഫർമേഷൻ കിട്ടിയതപ്പോഴാണ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്തിനാ അബോവ് ക്രോസ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് കീ ലെവലിന് അബോവ് ക്രോസ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി എക്സ്ട്രാ കൺഫർമേഷൻ ആയിട്ട് വരുന്നത്. സോ നമ്മളവിടെ ട്രേഡ് പോയിട്ടുണ്ടായിരുന്നു, ബ്രേക്ക് ചെയ്ത് ഉടനെ ട്രേഡ് പോയിട്ടില്ല. ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു തേർഡ് ക്യാൻഡിൽ, അതായത് ബ്രേക്ക് ചെയ്ത് ഈ ഒരു ക്യാൻഡിലാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്ത് എൻട്രി പോയിട്ടുണ്ടായിരുന്നത്. അത് 11, അപ്പോൾ നമുക്ക് 1145 1150, അതായത് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടാവും കൂടെ നമുക്ക് നോക്കാൻ പറ്റിയിരുന്നു. അതായത് 1140 1150 അല്ലേ? ഇവിടെ നോക്കുന്ന സമയത്ത് ഈ 1150 ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് 148Kൻ്റെ വോളിയം വന്നു വിത്ത് വെരി ഹൈ പോസിറ്റീവ് ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക് ചെയ്ത ആ ഒരു സമയത്ത് ഉണ്ടായ സെയിം ഡെൽറ്റ തന്നെ ഇവിടെ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. 28Kൻ്റെ ഡെൽറ്റ തന്നെ കണ്ടിന്യൂ ചെയ്തു. സോ ഈ ഒരു ഇതിൻ്റെ ഹൈ ക്രോസ് ചെയ്ത സമയത്താണ് നമ്മൾ എന്ത് ചെയ്ത് എൻട്രിയിലോട്ട് എക്സിക്യൂട്ട് ആയത്. അതായത് 1150 ക്യാൻഡിൽ ഹൈ ക്രോസ് ചെയ്യുന്ന സമയത്താണ് എൻട്രി എക്സിക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നത്. സോ ഈ എൻട്രി എക്സിക്യൂട്ട് ആയ ഒരു ക്യാൻഡിലാണ് നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ചെക്ക് ചെയ്യുമ്പം അത് ആക്ച്വലി എക്സ്ട്രാ കൺഫേംഡ് ആണ്. അതായത് എക്സ്ട്രാ കൺഫേംഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആക്ച്വലി ഇവിടെ വരുന്ന ഇംബാലൻസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ഏരിയാസിൽ ആക്ച്വലി ഈ ഒരു ക്യാൻഡിൽ ഇത്രയും ഏരിയാസിൽ എന്തുണ്ട്, ഹയർ ആയിട്ടുള്ള ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ലെവൽസ് നോക്കി കഴിഞ്ഞാൽ ഈ 0 3.8K, അതേപോലെ 0 1.3K, 0 3.4K, 55 5.4K, അതായത് ഹയർ ആയിട്ടുള്ള ഇംബാലൻസുകളവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ ആ ഒരു ഹൈയിലായിരുന്നു നമ്മൾ ഇതിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു ബൈൽ ബോർഡ്. ഇതിൻ്റെ ഇവിടെ അഗ്രസീവ് ബൈയിങ് എന്നുള്ള മീൻസ് ഒരു പാസീവ് ബൈയിങ്ങിനപ്പുറം ഇവിടെയൊക്കെ എന്ത് നടന്നിട്ടുണ്ട്, ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് അഗ്രസീവ് ബൈയിങ് നടന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 12K 13K ആക്ച്വലി ഇത് കണ്ടോ, ഈ ഒരു ലെവൽസിലൊക്കെ ആക്ച്വലി ഈ ഒരു ക്യാൻഡിലൊക്കെ 1145 ക്യാൻഡിലൊക്കെ എന്ത് നടന്നിട്ടുണ്ടാകും ചാൻസസ് ഉണ്ട്, അഗ്രസീവ് ബൈയിങ് നടന്നിട്ടുണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു കൺഫർമേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽസ് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു ലെവൽസ് നമുക്ക് എൻട്രി അങ്ങനെയാണ്. മീൻസ് ഈ ഒരു ലെവലിലായിരുന്നു നമ്മൾ എന്ത് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്, 1150 ക്യാൻഡിൽ അബോയിലായിരുന്നു നമ്മൾ എൻട്രി പോയിട്ടുണ്ടായിരുന്നത്. സോ എൻട്രി പോയതിന് ശേഷം ആക്ച്വലി ഇത് പിന്നെ SL ഹിറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ഡിസ്കസ് ചെയ്ത്. ഓക്കെ, SL ഹിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് എൻട്രി എടുത്തതിന് ശേഷം നമ്മൾ SL വെച്ചിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ചെറിയൊരു SL ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്യാൻഡിൽ ബിലോ ആയിരുന്നു SL വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെന്ത് ഇത്രയും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി മൂവ് തന്നിട്ടുണ്ട്. അതായത് ഒരു 3 rupees SL വെച്ചിട്ട് ഏകദേശം 16 rupees പ്രോഫിറ്റ് ടാർഗറ്റ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ നമ്മൾ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു നമുക്കുണ്ടായിരുന്നു. ബട്ട് എന്ത് ചെയ്തു,
നല്ലൊരു ഹെവി പുൾ ബാക്ക് വന്നിട്ട് നമ്മുടെ എസ് എൽ ഹിറ്റ് ചെയ്ത് ഇവിടെ അതായത് എസ് എൽ ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു, റാലി ചെയ്ത് പോയി. സോ ഒരു എസ് എൽ ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും സെല്ലേഴ്സിന് മീൻസ് ബയേഴ്സിനെ കളക്ട് ചെയ്ത് വീണ്ടും ഓർഡേഴ്സ് കളക്ട് ചെയ്തിട്ട് വീണ്ടും അവിടെ നിന്ന് എന്തായിരിക്കും ഒരു അഗ്രസീവ് ബൈയിങ് വീണ്ടും എന്ത് ചെയ്ത് ഇവിടുന്ന് വീണ്ടും മാർക്കറ്റിൽ നിന്ന് വീണ്ടും ഇവിടുന്ന് റാലി തന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇത്രയും ഒരു ടാർഗറ്റ് എത്തിയിട്ട് പോലും നമ്മൾ വീണ്ടും ഹോൾഡ് ചെയ്യണം എന്ന് തന്നെയാണ് ഇരുന്നു നമ്മളതിൽ ഉണ്ടായിരുന്നത്. ബട്ട് താഴെ വന്നിട്ട് എസ് എൽ ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്തു, ഈ ഒരു ടാർഗറ്റ് സെയിം ടാർഗറ്റിലോട്ട് വീണ്ടും LIC പ്രൈസ് എത്തി. മാത്രമല്ല അതിൻ്റെ ഏറെ എന്ത് ചെയ്തു, അത് റാലി ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഒരു സ്റ്റോക്കിൽ ഇങ്ങനൊരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് എന്തുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, ഈ ഒരു സ്റ്റോക്ക് ആക്ച്വലി പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്റ്റോക്കായിരുന്നു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്റ്റോക്കായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും മൂന്ന് വീണ്ടും ഇവിടെ വന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു, അതേപോലെ ഈ ഒരു കംപ്ലീറ്റ് സെല്ലേഴ്സിനെ വീണ്ടും എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയത്.